പാലക്കാട് റെയിൽവേ ഡിവിഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രവർത്തകരെ ഇവിടെ നിന്ന് വലിച്ചിഴച്ച് നീക്കുകയാണ്. ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, സംഘർഷമാണോ? അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം ആരംഭിച്ചത്. വി കെ ശ്രീകണ്ഠൻ MP ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് തൊട്ട് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവിഷൻ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ പോലീസ് ചേർന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസിലെ ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമായിരുന്നു. ഇതിനിടയിലാണ് ഗൗജ പോലീസ് നടപടിയിൽ തീർച്ചയായും മാരിയ സമാധാനപരമായി സമരം ചെയ്ത സമരക്കാരെ പോലീസ് അതിക്രമിക്കുകയുണ്ടായത്. അനാവശ്യമായി ബസ്സിൽ കയറാൻ തയ്യാറായവരെ പിടിച്ചു വലിച്ചു കയറ്റുന്ന അനാവശ്യ നടപടിയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് റെയിൽവേ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് അറിയിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം. ഇത് പോലീസ് അകാരമായി റെയിൽവേ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കുന്ന സമരമല്ല. ഞങ്ങൾ വലിയ സമരങ്ങളിലേക്ക് നീങ്ങാൻ തയ്യാറാണ്. ഇപ്പോൾ കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു. ഈ അറസ്റ്റ് നടപടികൾ ചെറുക്കുകയാണ്. ഇതിനിടയിൽ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വാഹനത്തിന് മുന്നിൽ ഇരുന്നു പ്രതിഷേധിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവരെല്ലാം ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ബലമായി അറസ്റ്റ് ചെയ്ത് വാഹനങ്ങളിലേക്ക് മാറ്റി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. രാവിലെ ഡിവൈഎഫ്ഐയും സമാന രീതിയിൽ ഈ റെയിൽവേ ഡിവിഷൻ വിഭജനത്തിന്റെ സമരത്തിലേക്ക് എത്തിയിരുന്നു. മാധു, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളെ ഉൾപ്പെടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. വനിതാ നേതാക്കളെ എല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഈ റെയിൽവേ ഡിവിഷൻ ഓഫീസ് പരിസരത്ത് പ്രതിഷേധമായി തുടരുന്നുണ്ട്. അജാസ് ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ ഈ റെയിൽവേ വിഭജനത്തിനെതിരെ പ്രതിഷേധമായി മുന്നോട്ട് റെയിൽവേ വിഭജനത്തിനെതിരെ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. പോലീസ് യാതൊരു സമരക്കാരെ നേതാക്കളുടെ അടക്കം പ്രതികരണം. പാലക്കാട് ഡിവിഷൻ ഓഫീസിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം.